നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക തരം കറിയാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമ്മളുടെ രീതിയിലുമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കറിയെന്നും വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്നും നമ്മൾ വീഡിയോ കണ്ടിട്ട് വരൂ. ഫുൾ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെയാ അമ്മ എടുത്ത് വെച്ചേക്കുന്നേ? സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് ഉപ്പിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെന്ത് പൊടിയാമേ? അത് ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ്. പിന്നെ ഇവിടെ നമുക്ക് വറുക്കാനായിട്ട് ആവശ്യത്തിന് ഉഴുന്നും എടുത്തിട്ടുണ്ട്, വറ്റൽമുളകും ഉണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം, ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും കൂടെ വേണം കേട്ടോ. അപ്പം നമുക്ക് ഇത് എന്താ കറി വെക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാവേ. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നു, കടുകിടുവാണേ. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ നമ്മുടെ ഉഴുന്നും വറ്റൽമുളകും കൂടി ഇടുവാണേ. ഇത് കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിലല്ലേ ഉഴുന്നും വറ്റൽമുളകും കൂടെ. അപ്പം അതുപോലെ ബ്രൗൺ കളർ ആകണം. നമ്മളുടെ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്, കാണാത്തവർ കാണുക അല്ലേ. നമ്മൾ കർക്കിടകത്തിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഉഴുന്നും വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വരണം അല്ലേ? കരിവേപ്പില ഇടാം. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി അത് ക്രഷ് ചെയ്തതാണ്. അരച്ച് ചേർക്കാമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അല്ലേ? അതെ. പിന്നെ നമ്മൾ സബോള ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പൂടെ ഇട്ട് വഴകുന്നിടം വരെ ഇത് വന്നപ്പോൾ നമുക്ക് തക്കാളി ഇടാവേ. ഒരു ചെറിയ തക്കാളിയാണ്. ഒന്ന് വാടി വന്നാൽ മതി, സ്മാഷ് ആവണ്ട. ഈ തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടണം ഒരുപാടല്ലേ? അതെ. പെട്ടെന്നൊരു കറി അല്ലേ? അതെ. അപ്പം ഇതെന്തിനുള്ള കറിയാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അമ്മേ. സസ്പെൻസ് അങ്ങ് പൊളിച്ചാലോ? പൊളിച്ചോളൂ. ഇത് മസാല ദോശയ്ക്കുള്ള കറിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അല്ലേ? എന്നാൽ അത് കടിക്കാനും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നമ്മളിട്ട് വേവിച്ചുമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ്, ബീട്രൂട്ടും ക്യാരറ്റും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ ഗരം മസാലയുടെ പൊടി കൂടെ ചേർക്കാണ്. ഇത് വെള്ളം വേണ്ട, ഒരു ശകലം വെള്ളം വേണം. തീ കുറച്ച് വെക്കാം അല്ലേ? നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇളക്കി കൊടുക്കാം. അതെ, മസാലക്കറിക്ക് വെള്ളം ഒഴിക്കണ്ട,
ഇല്ല, അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒന്ന് ജോയിന്റ് ആവാൻ joint വേണ്ടിയിട്ടാണ്. ആകാൻ വേണ്ടിയിട്ട്. ശകലം ഒന്നാ ഒത്തിരി വെള്ളമല്ല, ശകലം വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അത് അതൊന്ന് ഇരുന്ന് പറ്റി വരട്ടെ. അടച്ചൊന്ന് വെച്ച് ചെറിയ തീയിൽ വേണോ അതോ മീഡിയമോ? മീഡിയം തീ വെച്ച് വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നു പോയായിരുന്നേ, ഒരു ശകലം കുരുമുളക് പൊടി. നമ്മളല്ലാതെ വേറെ ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, വേറെ മസാലകളും ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളകിൻ്റെയും ഈ കുരുമുളക് പൊടിയുടെയും എരിവും കൊണ്ടാണ് അല്ലേ ഈ കറി നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അടപ്പൊന്ന് തുറക്കാം. നല്ല എല്ലാം അല്ലേ ആ വെള്ളം എല്ലാം പറ്റി നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് മസാല ദോശ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി. മസാല ദോശയ്ക്ക് ഇത് കിഴങ്ങ് തന്നെ ആണേലും ഈ രീതിയിൽ ചെയ്യാം. സാനത്തെ മിനുക്ക് വേണി മല്ലിയില ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആഫ്രിക്കൻ മല്ലിയാണ്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. ഇങ്ങനത്തെ കറി നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കറിയാണിത്. ഏത് പലഹാരത്തിനും നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.